നമുക്കറിയാം ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ആദ്യം ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് പല ആളുകളും മൊബൈലിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വരുന്നത്. അങ്ങനെ മൊബൈലിൽ ഒരു ദൃശ്യം ഷൂട്ട് ചെയ്തൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തു, കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു. ഇനി അദ്ദേഹത്തോട് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് വരെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ പേര് ആര്യൻ അസാരി എന്നാണ്. കേരള കൗമുദി ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അതിലേക്കൊന്ന് വേഗം പോയി വരാം. ദൃശ്യമെടുത്തത് കൗതുകം കൊണ്ട് മാത്രമാണ്, പക്ഷേ പതിഞ്ഞത് വിമാന ദുരന്തമാണ് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ആര്യൻ അസാരി ലോകത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ ദൃശ്യം പകർത്തിയ ആര്യൻ അസാരി ഇപ്പോഴും നടുക്കത്തിലാണ്. നടുക്കത്തിൻ്റെ കാരണം ഒന്ന് അപകടം കൺമുന്നിൽ കാണുകയാണ്, മറ്റൊന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ ഇനി മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നടക്കം വളരെ വിശദമായി പറയുന്നുണ്ട്. അന്വേഷണ ഏജൻസികളും മാധ്യമപ്രവർത്തകരും അന്വേഷിച്ചതോടെ ആര്യൻ അസാരി ആകെ ഭയന്നു. സഹോദരൻ നേരാവണ്ണം ഉറക്കം പോലും ലഭിക്കുന്നില്ല എന്നാണ് സഹോദരി വെളിപ്പെടുത്തിയത്. അങ്ങനെ ഇന്ന് സ്കൂൾ തുറക്കുന്നതിനാൽ നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ പോയി കഴിഞ്ഞു അദ്ദേഹം. ഈ അഹമ്മദാബാദിൽ അദ്ദേഹം സഹോദരിയെ കാണാൻ വന്നതാണ്. പക്ഷേ വേഗം തന്നെ നാട്ടിലേക്ക് മടങ്ങേണ്ട അന്തരീക്ഷമാണുള്ളത്. ഇത് മാതൃഭൂമിയും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. കേരളഭൂമി നൽകിയത് കൗതുകത്താൽ ദൃശ്യമെടുത്തു എന്നുള്ളതാണ്. പക്ഷേ മാതൃഭൂമി നൽകിയത് മാധ്യമ വിലക്ക് എന്നുള്ളതാണ്. 17കാരനാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്.